അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റുകളൊക്കെ നോക്കിയപ്പോൾ സച്ചിക്ക് തന്നെ അന്തം വിട്ടുപോയി. എന്നുവെച്ചാൽ 7500 രൂപയുടെ ബില്ലാണ് വന്നേക്കുന്നത്. സാധാരണ 4000 രൂപയ്ക്ക് വരുന്ന ബില്ല് എന്തുകൊണ്ട് ഇപ്പോൾ 7000 രൂപയ്ക്ക് വന്നു? അപ്പോൾ സച്ചി ഇതെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. കൊണ്ടുവന്ന ലിസ്റ്റിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നിന്ന് തന്നുവിട്ട ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടു തന്നിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഈ ലിസ്റ്റിൽ ഇത്രയും രൂപ ആയെന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഈ രൂപയ്ക്കുള്ള ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ്. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ്? അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതൊക്കെ ശ്രുതിക്ക് മേടിച്ചതാണ്. അതിന് നിനക്കെന്താടാ കുഴപ്പം? ശ്രുതിക്ക് മേങ്ങിയ സാധനങ്ങൾ ശ്രുതി എന്നെ എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അതിന് അവൻ വാങ്ങിക്കൊടുക്കട്ടെ, എനിക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ കാശില്ല. നേരം വെളുത്ത് ഇരുട്ടുന്നേരം വണ്ടി ഓടിച്ച് കിട്ടുന്ന പൈസ ഞാൻ അന്നന്ന് സ്വരൂപിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ. എനിക്ക് പുറം വേദനയുണ്ട്. പുറം വേദനയ്ക്ക് പോലും ഡോക്ടറെ കാണിക്കാതെയാണ് ഞാൻ നടക്കുന്നത്. ഇങ്ങനെ എന്നെപ്പോലെ ഉള്ള ഓരോരുത്തരും, എന്നെപ്പോലെ ഉള്ള ഒരാളും ഇങ്ങനെ ഓരോ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ കാണും. അപ്പോൾ എനിക്കത് പറ്റില്ല. ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ തിരിച്ച് കൊടുത്തു വിടണമെന്നാണ് രേവതിയോട് പറയുന്നത്. അപ്പോൾ നട്ട്സ്, ബദാം, അത് ഇത് അങ്ങനെ പറയണ്ട. വില കൂടിയ കോസ്മെറ്റിക്സ് ഇതെല്ലാം ശ്രുതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് ഈ സാധനങ്ങളുടെ. അപ്പം പറയുന്നുണ്ട്, നിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി ഈ സാധനങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് സച്ചി ചോദിക്കുന്നത്. അപ്പോൾ സച്ചിയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്രുതി അങ്ങ് വിഷമിക്കുകയാണെന്ന് വെച്ചാൽ ഇത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയൊക്കെ പറയാൻ ശ്രുതിക്ക് പറ്റുന്നതുമില്ല. ശ്രുതി അവസാനം പറയുന്നുണ്ട്, ഇതിൻ്റെ ബില്ലൊക്കെ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഓസാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലോട്ട് പോയിട്ട് ശ്രുതി വാതിലിനെ പിടിച്ച് ഒറ്റ അടി അങ്ങ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പുറകേന് വന്ന് ശ്രുതി വാതിൽ തുറക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോ, നിനക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ ജീവിക്കുന്നത്. അത് എനിക്ക് അവൻ്റെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റിയില്ല. ഈ സാധനങ്ങളൊക്കെ നീ വാങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ഈ മാസം ശമ്പളം കിട്ടുമല്ലോ, ഈ മാസം ശമ്പളം കിട്ടുമ്പോൾ ഇതിൻ്റെ ചിലവെല്ലാം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ശ്രുതി റൂമിൽ പോയി കാശെടുത്തുകൊണ്ട് വന്ന് സച്ചിയുടെ നേരെ നീട്ടുകയാണ്. എന്നാ നിൻ്റെ പൈസ നീ തന്നെ പിടിച്ചോ, എനിക്ക് വേണ്ട. ഈ മാസം മുതലുള്ള ശമ്പളം ഞാൻ നിങ്ങൾക്ക് തന്നോളാം, ഇവിടുത്തെ ചിലവിനുള്ള ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നു, മോളെ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്, അല്ലാതെ ഇല്ല അമ്മ, എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ നാണം കെടുത്തുന്നത് പോലെ ആക്കി കളഞ്ഞില്ല. അതുകൊണ്ട് എന്തായാലും മോൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസയല്ലേ, അത് എടുക്കണ്ട, അത് കൊടുക്കണ്ട. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ആ പൈസ വാങ്ങുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഇനി ഇത് മേലാൽ ആവർത്തിച്ചാൽ ഇതുപോലെ നിൻ്റെ ഞാൻ വാങ്ങാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇയാൾ എന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് നാണം കെടുത്തുന്നത്? ഞങ്ങളെ രണ്ടുപേരെ നാണം കെടുത്തുന്നു. അത് എനിക്ക് ഈ വീട്ടിലുള്ള ചിലവ് നോക്കാൻ പറ്റും, പക്ഷേ 7500 രൂപയ്ക്കുള്ള ബില്ലൊക്കെ വന്നാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത് ഇതിന് വേണ്ടിയാണോ? ഇവരെ ഇവിടെ പിണപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. അപ്പോഴത്തേക്കും പറയുന്നു, കാപ്പി ഉണ്ടാക്കി എടുക്കുക രേവതി, ഇവിടെ കാപ്പിയില്ല, ഒന്നുമില്ലെന്ന് ചന്ദ്രമതി പറയുന്നു. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നു, വാ രേവതി, നമുക്ക് പുറത്ത് പോയി കാപ്പി കുടിച്ചിട്ട് വരാം, അവിടെ ചെന്ന് കഴിച്ചിട്ട് വരാം, ഹോട്ടലിൽ ചെന്ന് കഴിച്ചിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞാൻ പുറത്ത് പോകാം. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ പുറത്തേക്ക് പോവുകയാണ് ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി. അങ്ങനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. ആൾക്കൂട്ടം കാണുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, വണ്ടി ഒന്ന് നിർത്താമോ, അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നത് എന്താണെന്ന് നോക്കാം. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ആൾക്കൂട്ടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് അവർക്ക് അറിയാവുന്നുള്ള ആളാണ്. അതായത് അന്ന് തന്നെ രക്ഷിച്ച, കുളത്തിൽ വീണപ്പോൾ തന്നെ രക്ഷിച്ച ആ മോനും മോൻ്റെ അമ്മുമ്മയാണ് കിടക്കുന്നത്. അമ്മുമ്മക്ക് ഒരു ഓർമ്മയില്ല, തലച്ചുറ്റി കിടക്കണം. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അവർ രണ്ടുപേരെയും കൂടെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടറെ കാണിച്ചപ്പോഴും പറയുന്നുണ്ട് ബോധം കിട്ടില്ല. അപ്പോഴത്തേക്കും മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ എന്ത് പറ്റിയതാണ്? അപ്പോഴും നേരത്തെ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത്,
എങ്കിൽ നിനക്ക് ഞാൻ എന്നെ നോക്കത്തില്ല എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചാലും സച്ചി ചോദിച്ചാലും ആര് ചോദിച്ചാലും നീ ഒരക്ഷരം പോലും മിണ്ടരുത്. അപ്പോൾ അത് ഓർമ്മിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്തു, ഒന്നും പറയാതെ നിൽക്കണം. അപ്പോൾ വീണ്ടും പറയുന്നു, മോനെ അന്ന് നീ ഞാൻ കുളത്തിൽ വീണപ്പോൾ രക്ഷിച്ച ആൻറ്റിയാണ് രേവതി ആൻറ്റിയാണ്, ഇത് സച്ചിയേട്ടനാണെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും കുട്ടി അതിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കാണ് പറയുന്നത് ബാഗ് തപ്പി നോക്കുക, അവരെ മോളെ അന്വേഷിച്ചാണ് ഇറങ്ങി, അവരെ മോൾ ഈ നാട്ടിൽ എവിടെയോ ഉണ്ട്, അപ്പോൾ അവരെ മോളെ അന്വേഷിച്ച് വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ബാഗ് തുറന്ന് നോക്കുമ്പോൾ ബാഗിലൊരു മൊബൈലുണ്ട്. പക്ഷേ മൊബൈലിൽ നോക്കിയപ്പോൾ മൊബൈൽ അങ്ങ് തറയിൽ വീണ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെയും ബന്ധപ്പെടാൻ പറ്റില്ല. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം മോനെയും കൂട്ടി സച്ചിയും രേവതിയും വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര കേൾക്കുന്നുണ്ട്, ഇത് ആരെയാണ് നീ ഇവിടെ കൊണ്ടുവന്നത്? അത് അന്ന് എന്നെ കുളത്തിൽ വീണപ്പോൾ രക്ഷിച്ച കുട്ടിയല്ലേ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് ബോധമില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്, കോമ സ്റ്റേജാണെന്ന് തോന്നുന്നു, ഓർമ്മ 24 hours കഴിഞ്ഞാലേ കിട്ടുള്ളൂ പറയുന്നതെന്ന് പറഞ്ഞു. ഈ രംഗം നമ്മുടെ ശ്രുതി കണ്ടുകൊണ്ട് സച്ചിയുടെ തോളിൽ കിടക്കുന്ന കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. ദൈവമേ, ഇത് എൻ്റെ മകനാണല്ലോ, ഇതെന്ത് പറ്റി? അപ്പോഴത്തേക്കും പറയുന്നത് കുട്ടിയുടെ അമ്മൂമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.